കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ ഒരു ചെറിയ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഇവിടെ പറയുന്നുണ്ട് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് ഒരു സെപ്പറേറ്റ് ഫീൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്? ഒരു 5 സ്റ്റെപ്പിലൂടെ നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചാൽ അല്ലേ. അപ്പോൾ മീനിങ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്താണ്? എക്കണോമി കൺസിഡർ ആസ് എ ഹോൾ. അപ്പോൾ മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? JM കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഈ മാക്രോ എക്കണോമിക്സിനെ ഒരു സെപ്പറേറ്റ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നു, എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു? എമർജൻസി ഒരു 5 സ്റ്റെപ്പിലൂടെ നമുക്ക് നോക്കി വെക്കാം. ഒന്നെന്താണ്? ഗ്രേറ്റ് ഡിപ്രഷൻ. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ. അതാണ് എന്തിന് കാരണം? മാക്രോ എക്കണോമിക്സ് ഒരു സെപ്പറേറ്റ് ഫീൽഡിലേക്ക് വരാനിടയാക്കിയ റീസൺസ്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് എക്കണോമിക്സ് ഇങ്ങനെ പോയാൽ പോരാ, പുതിയൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരണം, അഗ്രിഗേറ്റ് എക്കണോമിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെയ്ൻസ് വന്നു അല്ലെ. കെയ്ൻസ് അപ്പോൾ എന്താണ്? ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാരണങ്ങളെ കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഇതെന്തായി ഇംപ്ലിമെന്റ് ചെയ്തു. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി അല്ലെ, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1936. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് എക്കണോമിക് മോഡൽസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റഡീസിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റഡീസ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അൺഎംപ്ലോയ്മെന്റ് മാനേജ് ചെയ്യണം, ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യണം, എക്കണോമിക് ഗ്രോത്ത് ആവശ്യമാണ്. ഇപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് പുതിയ സ്റ്റഡീസ് വന്നിട്ടുള്ളത്. നാലാമത്തെ പോയിന്റ് നോക്കുക, പോസ്റ്റ് വേൾഡ് വാർ II ഡെവലപ്മെന്റ്സ് അല്ലെ. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാക്രോ എക്കണോമിക്സ് സെപ്പറേറ്റ് ഫീൽഡിലേക്ക് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വന്നു. ദെൻ അവസാനത്തെ സ്റ്റേജ് ആണെന്ത്? മോഡേൺ മാക്രോ എക്കണോമിക്സ്. ഇന്ന് കാണുന്ന എക്കണോമിക്സിൽ നമുക്ക് എത്തിച്ചേർന്നു. ടോട്ടലായിട്ട് അഗ്രിഗേറ്റ് ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ്, ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? മാക്രോ എക്കണോമിക്സിന് അണ്ടറിലേ വരുന്നുള്ളൂ. സോ ഇതാണ് ആ എമർജൻസ് എന്ന് പറയുന്ന 5 പോയിന്റ്സ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.